15 ലക്ഷം രൂപ വെറും 7 ദിവസം കൊണ്ട് ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് റെന്റിന് കൊടുക്കുക എന്നുള്ളതാണ്. നിക്ക് 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 നിക്ക്. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾക്ക് ഒരു 8ന്റെ പണി വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫ്രോഡാണ്. ഇനി ഈ തട്ടിപ്പ് എങ്ങനെയാ നടക്കുന്നത് നോക്കാം. OLX പോലെയുള്ള ആപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന വ്യാജ ലിങ്കുകളിൽ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളുടെ സിം കാർഡ് ഹാക്ക് ചെയ്യും. എന്നിട്ട് ആ സിം കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്കിലുള്ള ബാലൻസ് അല്ല, നിങ്ങളുടെ ബാങ്കിലുള്ള പ്രീ അപ്രൂവ്ഡ് ആയ ലോൺസ് ആണ് അവർ എടുക്കുന്നത്. ഇപ്പൊ പല ആളും വിചാരിക്കുന്നുണ്ടാവും എന്റെ ബാങ്കിൽ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങളുടെ ബാങ്കിൽ, എല്ലാവരുടെയും ബാങ്കിൽ പ്രീ അപ്രൂവ്ഡ് ആയ ലോൺസ് ഉണ്ട്, അതാണ് അവർ എടുക്കുന്നത്. ആ എടുത്ത എമൗണ്ട് ഈ ആളുടെ ബാങ്കിലെത്തുകയും ഉടനെ തന്നെ ഇങ്ങനെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫ്രോഡ്സ്റ്റേഴ്സിന്റെ കയ്യിലെത്താണ്. മിനിമം ഒരു 5-6 ബാങ്ക് അക്കൗണ്ട് കടന്നിട്ടായിരിക്കും ഈ ഫ്രോഡ്സ്റ്റേഴ്സിന്റെ കയ്യിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രോഡ്സ്റ്റേഴ്സിനെ സൈബർ സെല്ലിനോ അല്ലെങ്കിൽ പോലീസിനോ കണ്ടുപിടിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽപ്പെട്ട് കുടുങ്ങുന്നത്, അതല്ലെങ്കിൽ ലീഗലി ഇഷ്യൂസിൽ വരുന്നത് ഇങ്ങനെ ചെറിയ പൈസ ലാഭത്തിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് വാടക കൊടുക്കുന്ന പാവപ്പെട്ട ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ട്രാഫിക് ഫൈൻ, ചലാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലിങ്കുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നുള്ള പ്രീ അപ്രൂവ്ഡ് ലോൺ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ ആ പ്രീ അപ്രൂവ്ഡ് ലോൺ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനോ പറയണം. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഈ ചതിക്കുഴിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിക്ക് ഈ റീൽസ് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫാമിലിക്കോ അല്ല വേണ്ടപ്പെട്ടവർക്കോ അയച്ചു കൊടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെയുള്ള ആക്ടിവിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ സൈബർ സെല്ലിനെയോ പോലീസിനെയോ അറിയിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് നമുക്ക് തടയാൻ പറ്റുന്നതാണ്. താങ്ക് യു.